ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആർട്ടിക്കിളിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എയും ആനും പോലെ തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ദ. പക്ഷേ കമ്പാരറ്റീവ്ലി ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ ദ കുറച്ചും കൂടി ഈസി ആയിരിക്കാം, ചിലപ്പോൾ തിരിച്ചുമായിരിക്കാം. സോ നമുക്ക് ദാൻ്റെ യൂസേജ് എവിടേക്കാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളൊരു ബുക്ക് എടുത്ത് എഴുതുന്നതായിരിക്കും ബെറ്റർ. ഞാൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ദിസ്: യുണീക്ക് നൗൺസിന് മുമ്പിൽ ദ മാത്രം യൂസ് ചെയ്യണം. ലൈക്ക് ദ സൺ, ദ മൂൺ, ദ എർത്ത് എക്സെട്ര. ഇതൊക്കെ യുണീക്ക് നൗൺസ് ആണ് അല്ലേ. സൺ എന്ന് പറയുന്നത് ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. സോ അതിന് മുമ്പ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ. സോ അതിന് മുമ്പിൽ ദ യൂസ് ചെയ്യണം. ദ സൺ, ദ മൂൺ, ദ എർത്ത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓൺ എർത്ത്. ഓണും എർത്തിൻ്റെ ഇടയിൽ വേറൊരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കം ഡൗൺ, എർത്തിൻ്റെ മുമ്പിലും ഒരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓൺ എർത്തിൻ്റെ മുമ്പിലും, അതായത് ഓണിൻ്റെ എർത്തിൻ്റെ മിഡിൽ ഒരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കം ഡൗൺ എർത്ത്, അതിൻ്റെ മിഡിലും ഒരു ദാൻ്റെ ആവശ്യമില്ല. അവിടെ നോ ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് യൂണിവേഴ്സിറ്റീനെ കുറിച്ചാണ്. കാരണം യൂണിവേഴ്സിറ്റി മാത്രം വന്നാൽ എ യൂണിവേഴ്സിറ്റി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എയും ആനും നമ്മളെ ഡിഫറൻസ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റീൻ്റെ മുന്നിൽ എ ആണ് യൂസ് ചെയ്യാറ്. സോ വെറും യൂണിവേഴ്സിറ്റി ആണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ നിങ്ങളവിടെ ആർട്ടിക്കിൾ എ ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നാണ് വന്നതെങ്കിൽ നിങ്ങളവിടെ യൂണിവേഴ്സിറ്റീൻ്റെ മുന്നിൽ ദ ചേർക്കണം. ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അല്ലെങ്കിൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് കണ്ണൂർ. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദ ചേർക്കണം, നിർബന്ധമാണ്. ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഇന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റി എന്ന് സ്പെസിഫിക് മെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ എന്ത് കൊടുക്കണം? ദ കൊടുക്കണം. വെറും യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മുന്നിൽ എന്ത് കൊടുക്കണം? എ കൊടുക്കണം. ആൻഡ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി രണ്ടാമതാണ് ഇപ്പോൾ വന്നതെങ്കിൽ, ലൈക്ക് കേരള യൂണിവേഴ്സിറ്റി, അതായത് ആദ്യം പ്ലേസ് പറയുകയും പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? നോ ആർട്ടിക്കിളാണ്. ലൈക്ക് എ കേരള യൂണിവേഴ്സിറ്റീൻ്റെ മുന്നിലും കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ മുന്നിലൊന്നും ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റീൻ്റെ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, യൂണിവേഴ്സിറ്റി മാത്രമാണെങ്കിൽ എ യൂണിവേഴ്സിറ്റി. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് കണ്ണൂർ എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ മുന്നിൽ ദ നിർബന്ധമായിട്ടും ചേർക്കണം. പിന്നെ യൂണിവേഴ്സിറ്റി രണ്ടാമത് വരികയാണെങ്കിൽ, ലൈക്ക് കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നോ ആർട്ടിക്കിളാണ്. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നും, പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് നല്ല കോൺക്രീറ്റ് ആയിട്ട് നിൽക്കും നിങ്ങളുടെ മൈൻഡിൽ കേട്ടോ. സോ നമ്മൾ 2 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഒന്ന് യുണീക്ക് നൗൺസിനെ കുറിച്ചും പിന്നൊന്ന് ഒരു യൂണിവേഴ്സിറ്റീനെ കുറിച്ചും. ആൻഡ് തേർഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ട്രെയിൻ, ഷിപ്പ്, പിന്നെയൊക്കെ നെയിമിൻ്റെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ലൈക്ക് ഇത് കേരള എക്സ്പ്രസ്, ദ വന്ദേ ഭാരത്. നമ്മളൊരു ട്രെയിനിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ഷിപ്പിൻ്റെ നെയിമാണ് പറയുന്നതെങ്കിൽ അതിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെ പേരുണ്ടല്ലോ, ലൈക്ക് ഹിന്ദു, മാതൃഭൂമി, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്? അതിന് മുന്നിൽ എന്ത് ചെയ്യണം? ദ നിങ്ങൾ യൂസ് ചെയ്യണം. ലൈക്ക് ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ദ യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ട്രെയിനിൻ്റെ നെയിംസ്, ഷിപ്പിൻ്റെ നെയിംസൊക്കെ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നിങ്ങളെ മുന്നിൽ ദ ചേർക്കണം. ദെൻ ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറിൻ്റെ പേരിൻ്റെ മുന്നിലും ദ ചേർക്കണം. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി ബുക്സ്, എപ്പിക്സ്, ഇവരുടെ മുന്നിലും നമ്മൾ എന്ത് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ലൈക്ക് ദ ബൈബിൾ, ദ ഖുറാൻ, ദ രാമായണ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുന്നിൽ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ഹീ ഈസ് റീഡിങ് ദ രാമായണ, ഹീ ഈസ് റീഡിങ് ദ ഖുറാൻ. അങ്ങനെ നമ്മൾ ദ അവിടെ നിർബന്ധമായിട്ടും കൊടുക്കണം. ഹോളി ബുക്സിൽ എപ്പിക്സിൻ്റെ
മുന്നിലും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം ഹീസ് റീഡിങ് ഡാഷ് ഷേക്സ്പിയേഴ്സ് സോണറ്റ്, അതായത് എഴുതിയ ആളെ പേര് അതിൻ്റെ മുന്നിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എന്ത് കൊടുക്കണം? അവിടെ നോ ആർട്ടിക്കിളാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഹീസ് റീഡിങ് രാമായണ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദാ നമ്മൾ മുന്നിൽ യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഹീസ് റീഡിങ് വാൽമീകീസ് രാമായണ, കാരണം വാൽമീകിയാണല്ലോ രാമായണം എഴുതിയത്. അപ്പോൾ വാൽമീകിയുടെ രാമായണം വായിക്കുന്നു എന്നൊരർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ അവിടെ എന്താണ്? നോ ആർട്ടിക്കിളാണ്. ഹീസ് റീഡിങ് വാൽമീകീസ് രാമായണ, അത്രയും മതി. അവിടെ ധാട ആവശ്യമില്ല. അല്ലെങ്കിൽ ഹീസ് റീഡിങ് ഷേക്സ്പിയേഴ്സ് സോണറ്റ് എന്നാണെങ്കിൽ അവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. എഴുതിയ ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. വെറും വർക്ക് മാത്രമാണെങ്കിൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. കുറച്ച് കൺഫ്യൂസിങ് ആണ്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ്സിന് മുന്നിൽ നമ്മൾ ദ ചേർക്കണം. ലൈക്ക് ദ സ്ട്രോങ്ങസ്റ്റ്, ദ ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ദെൻ ഇൻവെൻഷൻ, അതായത് ഇപ്പം ഒരാൾ കണ്ടുപിടിച്ച സംഭവത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് മുന്നിൽ നമ്മൾ ദ ചേർക്കണം. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കോണി ഇൻവെൻറ്റഡ് ദ റേഡിയോ, അവിടെ നമ്മൾ ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ചേർക്കണം. ദെൻ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഇതിൻ്റെയൊക്കെ മുന്നിൽ എന്ത് ചെയ്യണം? നമ്മൾ ദ യൂസ് ചെയ്യണം. ഇൻ ദ മോർണിംഗ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യണം. പക്ഷേ അറ്റ് നൈറ്റ് അവിടെ നമ്മൾ വേറൊരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. നമുക്കറിയുന്ന കാര്യം നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറ്റ് ദ നൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നും. പക്ഷേ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അറ്റ് നൈറ്റ്, അതിൻ്റെ ഇടയിൽ വേറൊരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല കേട്ടോ. ദെൻ നമ്മളിപ്പോൾ മൗണ്ടെയിൻസ്, റിവേഴ്സ്, ഓഷ്യൻസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ദെൻ ഡെസേർട്ട്സ്, ഫോറസ്റ്റ്, ഓഷ്യൻസ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേര് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ദ ഹിമാലയാസ്, ദ സഹാറ ഒക്കെ നമ്മൾ ഡെസേർട്ടിൻ്റെ പേരായാലും മൗണ്ടെയിൻ്റെ പേരായാലും ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് മുന്നിൽ ദ ചേർക്കണം. ദെൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഷോപ്സ്, ബാങ്ക്സ്, ദെൻ ഇൻഡസ്ട്രിയൽസ് കൺസേൺ, അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ദ SBI എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദ ചേർക്കണം. ഇപ്പം നമ്മൾ ദ SBI എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരെ മറിച്ച് നമ്മൾ സ്ഥലം പറഞ്ഞിട്ട് ബാങ്ക് വരികയാണെങ്കിൽ ലൈക്ക് കോഴിക്കോട് SBI എന്നൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് മുന്നിൽ ദ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ സ്ഥലം പറഞ്ഞിട്ട് ബാങ്ക് വരികയാണെങ്കിൽ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് SBI എന്ന് മാത്രമാണെങ്കിൽ ദ യൂസ് ചെയ്യണം. സോ നമ്മളിപ്പോൾ കുറേ ദ യൂസ് ചെയ്യേണ്ടാത്ത സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണ്? യുണീക്ക് നൗൺസിന് മുന്നിൽ ദ മാത്രം യൂസ് ചെയ്യണം എന്നാണ്. ലൈക്ക് ദ സൺ, ദ മൂൺ, ദ എർത്ത്, ഓക്കെ. അതുപോലെ തന്നെ ഓൺ എർത്തിൻ്റെ ഇടയിൽ ആർട്ടിക്കിൾ വേണ്ട. കം ഡൗൺ എർത്ത് എന്നതിൻ്റെ ഇടയിലും ആർട്ടിക്കിൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ യൂണിവേഴ്സിറ്റീനെ പറ്റിയാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റി മാത്രം വരികയാണെങ്കിൽ എ യൂണിവേഴ്സിറ്റി. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ദ ചേർക്കണം. ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. ദെൻ കേരള യൂണിവേഴ്സിറ്റി, അങ്ങനെ യൂണിവേഴ്സിറ്റി രണ്ടാമത് വരികയാണെങ്കിൽ അവിടെ നോ ആർട്ടിക്കിളാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ട്രെയിൻ, ഷിപ്പിൻ്റെ ഒക്കെ പേരിൻ്റെ മുന്നിൽ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെ പേരിൻ്റെ മുന്നിൽ, ഹോളി ബുക്സ്, എപ്പിക്സ്, ദെൻ അതിൻ്റെയൊക്കെ മുന്നിൽ ദ ചേർക്കണം. ലൈക്ക് ദ ടൈറ്റാനിക്, ദ കേരള എക്സ്പ്രസ്, ദ ഹിന്ദു, ദ മാതൃഭൂമി, ദ ബൈബിൾ എന്നൊക്കെ പറയുമ്പോൾ ദ ചേർക്കണം. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് എഴുതിയ ആളെ പേരും കൂടെ ഉണ്ടെങ്കിൽ അവിടെ നോ ആർട്ടിക്കിളാണ്. ലൈക്ക് ഹീസ് റീഡിങ് വാൽമീകീസ് രാമായണ, ഇത് മതി. അതിൻ്റെ കൂടെ ഒരു ദാൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഹീസ് റീഡിങ് ദ രാമായണ ആണ് വരിക. പക്ഷേ ഓതറിൻ്റെ പേരും കൂടെ ഉണ്ടെങ്കിൽ അവിടെ നോ ആർട്ടിക്കിളാണ്. ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രീസിൻ്റെ കൂടെ നമ്മൾ ദ ചേർക്കണം. ദ സ്ട്രോങ്ങസ്റ്റ്, ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഇൻവെൻഷൻ, അതായത് മാർക്കോണി ഇൻവെൻറ്റഡ്
ദ റേഡിയോ എന്ന് പറയാം. ആ ഒരു ഇൻവെൻഷൻ കാണിക്കുമ്പം ആ ഒരു സമയത്ത് ഇൻവെൻറ്റ് ചെയ്ത സാധനത്തിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കണം. ദെൻ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ദ യൂസ് ചെയ്യണം അതിന് മുന്നിലും. ലൈക്ക് ഇൻ ദ മോർണിംഗ് എന്ന് പറയും, ഇൻ ദ ആഫ്റ്റർനൂൺ. ബട്ട് അവിടെ അറ്റ് നൈറ്റിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അറ്റ് നൈറ്റ്, ദാറ്റ്സ് ഇനഫ്. ചില നോൺ ആർട്ടിക്കിൾസ് ഞാനിതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ മൗണ്ടെയിൻസ്, റിവേഴ്സ്, ഓഷ്യൻ, സീസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഡെസേർട്ട്സ് ആൻഡ് ഫോറസ്റ്റ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പേര് പറയുന്ന സമയത്ത് നമ്മൾ ദ യൂസ് ചെയ്യണം. ദ ഹിമാലയാസ്, ദ ഗംഗ, ദ സഹാറ എന്നൊക്കെ പറയാം. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഷോപ്സ്, ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ കൺസേൺ, ഇതിനൊക്കെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ യൂസ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ദ SBI. പിന്നെ ഞാൻ പറഞ്ഞു സ്ഥലം പറഞ്ഞിട്ടാണ് ബാങ്ക് വരുന്നതെങ്കിൽ അവിടെ നോ ആർട്ടിക്കിളാണ്. വെറും SBI ആണെങ്കിൽ ഇതാ നമ്മൾ മുന്നിൽ ആർട്ടിക്കിളായി യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറയാത്ത ഒരു പോയിന്റ് ഇതാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്, ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ് ഒക്കെ പറയുമ്പോൾ അതിന് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ദ ആണ് യൂസ് ചെയ്യുക. സോ നമ്മൾ എത്ര പോയിൻറ്റ്സ് പറഞ്ഞു? 11 പോയിൻറ്റ്സ് ഓൾ ടുഗെദർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയതിനെ വെച്ച് എഴുതി പഠിക്കുക. So that's all about the article the. See you with another video. Till then, bye.